ഹായ്, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് മോഡ്യൂൾ 14 ആണ്. സെൻറ്റൻസസ് ആൻഡ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡസ്. ഡസ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളും അതുപോലെ തന്നെ ചോദ്യങ്ങളുമാണ് ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതായിരുന്നു സബ്ജക്റ്റ് എന്ന് പറഞ്ഞ വർക്ക് ചെയ്യുന്ന ആളാണ്. രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സിംഗുലറും ഉണ്ട്, അതുപോലെ തന്നെ പ്ലൂരലും ഉണ്ടെന്ന് പറഞ്ഞു. സിംഗുലർ സബ്ജക്റ്റുകളാണ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്ലൂരൽ സബ്ജക്റ്റുകളാണ് ഐ, യു, ദേ, വി എന്ന് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൂവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. ഡൂ ഉപയോഗിക്കുന്നത് പ്ലൂരൽ സബ്ജക്റ്റുകളുടെ കൂടെയാണ് നമ്മൾ ഡൂ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡസ്. മനസ്സിലായോ? ഇനി നമുക്ക് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പ്ലൂരൽ ആണെങ്കിൽ നമുക്കിങ്ങനെ പറയാം: ഐ സ്റ്റഡി, ഐ റൈറ്റ്, ഐ തിങ്ക്, ഐ ഗോ, ഐ നോ, ഐ മേക്ക്, ഇതൊക്കെ പറയാം. പക്ഷേ സിംഗുലർ ആണെങ്കിൽ നോക്കിക്കേ, നമുക്ക് പറയാം ഐ ഗോ. ഇത് ശരിയാണ്. ഐ വെച്ച് പറയാം, നമുക്ക് ദേ വെച്ച് പറയാം, യു വെച്ചിട്ട് പറയാം, അതുപോലെ തന്നെ വി വെച്ചിട്ട് പറയാം. അപ്പോഴൊക്കെ എന്ത് പറഞ്ഞാൽ മതി? ഗോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ സിംഗുലർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഷീ ആണ്, അല്ലെങ്കിൽ ഹീ ആണ്, അല്ലെങ്കിൽ ഇറ്റ് ആണ്, അല്ലെങ്കിൽ എവരിബഡി ആണ് എന്ന് വിചാരിക്കാം. സബ്ജക്റ്റുകൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഗോ എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇതിന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഒന്നുകിൽ എസ് ആഡ് ചെയ്യണം എക്സ്ട്രാ, അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഐ എസ് ആഡ് ചെയ്യണം. എന്തിൻ്റെ കൂടെ? വെർബിൻ്റെ കൂടെ. വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് എന്നാണ്, എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക? ഷി ഗോ എന്ന് പറയാൻ പാടില്ല. എന്ത് പറയണം? ഷി ഗോസ്. മനസ്സിലായോ? എനിക്ക് പറയാം ഞാൻ എടുക്കാറുണ്ട്, ഐ ടേക്ക് എന്ന് പറയാം. അവൾ എടുക്കാറുണ്ട്, ഷി ടേക്ക്. നോ, ദാറ്റ്സ് റോങ്. എന്ത് പറയണം? ഷി ടേക്സ്. ഞാൻ പറയുന്നത് ഐ ലിവ് ഇൻ ഇന്ത്യ. ഞാൻ ഇന്ത്യയിലാണ് താമസിക്കുന്നത്, ഞാൻ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഐ ലിവ് ഇൻ ഇന്ത്യ. ഷീ ലിവ് പറയരുത്. എന്ത് പറയണം? ഷി ലീവ്സ്. ഷി ലീവ്സ് ഇൻ കാനഡ. അവൾ കാനഡയിലാണ് ജീവിക്കുന്നത്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. ഐ ലൈക്ക് ചോക്ലേറ്റ്. അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഷീ ലൈക്സ് ഐസ്ക്രീം. ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കാറുണ്ട്. ഐ മേക്ക് ചോക്ലേറ്റ്. ഷീ മേക്സ് ചോക്ലേറ്റ്. മനസ്സിലായല്ലോ? സോ ദാറ്റ്സ് ഡിഫറൻസ്. ഓക്കെ, ഒന്നുകിൽ എസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇ എസ് ആയിരിക്കും, അല്ലെങ്കിൽ ഐ എസ് എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം? സിംഗുലർ ആണെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം കൂടിയും പറയട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞു അവൻ പോകാറുണ്ട്. എങ്ങനെ പറയാ? ഹി ഗോസ്. ഈ ഗോസ് എന്ന് പറയുന്നതിന് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹി ഡസ് ഗോ എന്ന് നമുക്ക് പറയാം. ഇത് രണ്ടും സെയിം മീനിങ് ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഒന്നുകിൽ പറയാം ഹി ഗോസ്, അല്ലെങ്കിൽ എന്ത് പറയാം? ഹി ഡസ് ഗോ. ഹി തിങ്സ്, ഹി ഡസ് തിങ്ക്. ഹി മേക്സ്, ഹി ഡസ് മേക്ക്. ഹി നോസ്, ഹി ഡസ് നോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി റിവൈസ് ചെയ്യാണ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലറും ഉണ്ട്, അതുപോലെ തന്നെ പ്ലൂരലും ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റുകളാണ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. അതേപോലെ തന്നെ പ്ലൂരൽ സബ്ജക്റ്റുകളാണ് ഐ, യു, ദേ, വി. ഇത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷിന് ഗ്രാമർ വരുന്ന സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ യു ക്യാൻ സീ എൻ ഇമേജ് ഹിയർ. ഇവിടെ നമുക്കൊരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ചിത്രം കാണാൻ പറ്റുന്നുണ്ട്. പഠിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ പറയാം: ഞാൻ എന്നെക്കുറിച്ച് പറയുന്ന സമയത്ത് ഐ സ്റ്റഡി എന്ന് പറയാം. പക്ഷേ ഞാൻ പറയുന്നത് ഹീ ആണ്. ഹീ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ സിംഗുലറാണ്. ഐ, യു, ദേ, വി പ്ലൂരലുകളാണ്. ഹീ, ഷീ, ഇറ്റ്, എവരിബഡി സിംഗുലറായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്നൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഹീ സ്റ്റഡി എന്ന് പറയാൻ പാടില്ലല്ലോ. എന്ത് പറയണം? ഹി സ്റ്റഡീസ്. അല്ലെങ്കിലോ ഹി ഡസ് സ്റ്റഡി എന്ന് പറയാം. ഇപ്പോൾ ഹീ സ്റ്റഡീസ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഹി ഡസ് സ്റ്റഡി എന്ന് പറയാം. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹി കംസ്. അവൻ വരാറുണ്ട്. ഹി കംസ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഹി ഡസ് കം. വേറൊരു എക്സാമ്പിൾ: ഷീ റൈറ്റ്സ്. അല്ലെങ്കിൽ എന്ത് പറയാം? ഷി ഡസ് റൈറ്റ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ആസ്ക്സ്. ASKS ആസ്. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഷി ഡസ് ആസ്ക് എന്ന് പറയാം. ഇത് രണ്ടും സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. ഷീ സേസ്. ഷി ഡസ് സേ. ഒരിക്കലും ഷീ സേ എന്ന് പറയാൻ പാടില്ല. ഐ സേ എന്ന് പറയാം, യു സേ എന്ന് പറയാം, ദേ സേ എന്ന് പറയാം, വി സേ എന്ന് പറയാം. പക്ഷേ ഹി സേസ്, ഷി സേസ്, ഇറ്റ് സേസ്, എവരിബഡി സേസ്. ഒരു എസ് എക്സ്ട്രാ ആഡ് ചെയ്യണം. വേറെ എക്സാമ്പിൾ നോക്കാം. ഷി റീഡ്സ്, അല്ലെങ്കിൽ ഹി റീഡ്സ്, ഇറ്റ് റീഡ്സ്, എവരിബഡി റീഡ്സ് എന്ന് പറയാം. ഐ റീഡ്, യു റീഡ്, ദേ റീഡ്, വി റീഡ്. ബട്ട് ഹി റീഡ്സ്, ഷി റീഡ്സ്, ഇറ്റ് റീഡ്സ് ആൻഡ് എവരിബഡി റീഡ്സ്. വേറെ എക്സാമ്പിൾ നോക്കാം. ഹി ഈറ്റ്സ്, ഷി ഈറ്റ്സ്. മനസ്സിലായോ? ഹിയും ഷീയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈറ്റ്സ് എന്നാണ് പറയേണ്ടത്. ഐ ഈറ്റ് എന്ന് പറയാം, യു ഈറ്റ് എന്ന് പറയാം, ദേ ഈറ്റ് എന്ന് പറയാം, വി ഈറ്റ് എന്ന് പറയാം. പക്ഷേ ഹി ഈറ്റ്സ്, ഷീ ഈറ്റ്സ്, ഇറ്റ് ഈറ്റ്സ്,
എവ്രിബഡി ഈറ്റ്സ്. ഹി ഈറ്റ്സിന് പകരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹി ഡസ് ഈറ്റ്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ഹി ഡ്രിങ്ക്സ് പകരം എന്ത് പറയാം? ഹി ഡസ് ഡ്രിങ്ക്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം പറയുന്ന ഇത്രയുള്ള അവൻ കുടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അവൻ കുടിക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഡസ് ഹി ഡ്രിങ്ക് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഹി തിങ്സ്, ഷി തിങ്സ് എന്നൊക്കെ പറയാം. അവൻ ചിന്തിക്കാറുണ്ട്, ഹി തിങ്സ്. ചോദ്യം, അവൻ ചിന്തിക്കാറുണ്ടോ? ഡസ് ഹി തിങ്ക്. ക്ലിയർ ആണല്ലോ. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹി മേക്സ്, അവൻ ഉണ്ടാക്കാറുണ്ട്. അവൻ ഉണ്ടാക്കാറുണ്ടോ? ചോദ്യമാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഡസ് ഹി മേക്ക്. വേറൊരു എക്സാമ്പിൾ, ഷി വാക്സ്, അവൾ നടക്കാറുണ്ടോ? ഡസ് ഷി വാക്ക്. മറ്റൊരു എക്സാമ്പിൾ, ഹി റൺസ്, അവൻ ഓടാറുണ്ടോ? ചോദ്യമാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഡസ് ഹി റൺ. ഇനി കുറച്ച് ഫാസ്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കട്ടെ. എപ്പോഴും നമ്മൾ സ്ലോവിൽ ആദ്യം പഠിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യുക? കുറച്ച് ഫാസ്റ്റായിട്ട് പറയാനായിട്ട് നോക്കുക. ഓക്കെ, നമ്മൾ ഒരിക്കലും ബ്രെയിനിന് കൂടുതലായിട്ട് ചിന്തിക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക? ടങ്കിനെ പഠിപ്പിക്കുക. ഓക്കെ, യു ഹാവ് ടു ടീച്ച് യുവർ ടങ്, നോട്ട് യുവർ ബ്രെയിൻ. ബ്രെയിനിലാവുന്ന സമയത്ത് ഇറ്റ് വിൽ ടേക്ക് ടൈം ടു കം ഔട്ട്. പുറത്തേക്ക് വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. സോ യു ഹാവ് ടു ടീച്ച് യുവർ ടങ്. ഓക്കെ, നോക്കാം. അവൻ ചാടാറുണ്ട്, ഹി ജംപ്സ്. ഓക്കെ, ഞാൻ ഈ പിക്ചർ കാണിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഗസ് ചെയ്യുക ഇവിടെ എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത്. ഹി കണ്ടിട്ട് ഇപ്പോൾ അവൻ ചാടുകയാണ്, ഹി ജംപ്സ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഹി ഡസ് ജംപ്. എന്താ അർത്ഥം വരുന്നത്? അവൻ ചാടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണ്? ഡസ് ഹി ജംപ്. അവൻ ചാടാറുണ്ടോ? ഓക്കെ, പിക്ചർ കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നുള്ളത് ആദ്യം പറയാം. ഓക്കെ, ഷീ, യെസ് പറഞ്ഞോളൂ, ഷീ കോൾസ്. ഓക്കെ, അല്ലെങ്കിൽ ഷീ ഡസ് കോൾ. ഇനി അവൾ വിളിക്കാറുണ്ടോ? ഡസ് ഷീ കോൾ. ഷീ ഇൻവൈറ്റ്സ്, ഷി ഡസ് ഇൻവൈറ്റ്. അവൾ ക്ഷണിക്കാറുണ്ടോ? ഡസ് ഷീ ഇൻവൈറ്റ്. ഷീ ക്രൈസ്, അല്ലെങ്കിൽ ഷി ഡസ് ക്രൈ. അർത്ഥം എന്താ? അവൾ കരയാറുണ്ട്. അവൾ കരയാറുണ്ടോ? ചോദ്യമാണെങ്കിലോ? ഡസ് ഷീ ക്രൈ. ഹി സ്മൈൽസ്, അല്ലെങ്കിൽ ഹി ഡസ് സ്മൈൽ. അർത്ഥം അവൻ ചിരിക്കാറുണ്ട്. ചോദ്യമാണെങ്കിലോ? ഡസ് ഹി സ്മൈൽ. അവൻ അലറാറുണ്ട്, അലറിക്കരയാറുണ്ട്. ഹി സ്ക്രീംസ്, അല്ലെങ്കിൽ ഹി ഡസ് സ്ക്രീം. അവൻ അലറിക്കരയാറുണ്ടോ? ചോദ്യമാണെങ്കിലോ? ഡസ് ഹി സ്ക്രീം. അവൻ പൊട്ടിച്ചിരിക്കാറുണ്ട്, ഹി ലോവ്സ്. അവൻ പൊട്ടിച്ചിരിക്കാറുണ്ടോ? ചോദ്യമാണെങ്കിലോ? ഡസ് ഹി ലോഫ്. ഷി ഡിമാൻഡ്സ്, അവൾ ആവശ്യപ്പെടാറുണ്ട്. അവൾ ആവശ്യപ്പെടാറുണ്ടോ? ചോദ്യമാണെങ്കിൽ ഡസ് ഷീ ഡിമാൻഡ്. ഹി അക്യൂസസ്, അവൻ ആരോപിക്കാറുണ്ട്. അവൻ ആരോപിക്കാറുണ്ട്. വേറെ ആരെങ്കിലും അവൻ കുറ്റം ആരോപിക്കാറുണ്ട്. ഹി അക്യൂസസ്, അല്ലെങ്കിൽ ഹി ഡസ് അക്യൂസ്. ഓക്കെ, അവൻ ആരോപിക്കാറുണ്ടോ? ഡസ് ഹി അക്യൂസ്. ഷീ സ്കോൾഡ്സ്, അവൾ ചീത്ത പറയാറുണ്ട്. അല്ലെങ്കിൽ ഷീ ഡസ് സ്കോൾഡ്. അവൾ ചീത്ത പറയാറുണ്ടോ? ഡസ് ഷീ സ്കോൾഡ്. അവൾ കളിയാക്കാറുണ്ട്. ഷി ടീസസ്, അല്ലെങ്കിലോ? ഷി ഡസ് ടീസ്. ചോദ്യമാണെങ്കിലോ? അവൾ കളിയാക്കാറുണ്ടോ? ഡസ് ഷി ടീസ്. ഹി ബ്ലെയിംസ്, അവൻ കുറ്റപ്പെടുത്താറുണ്ട്. അല്ലെങ്കിൽ ഹി ഡസ് ബ്ലെയിം. അല്ലെങ്കിൽ ഒന്നുമില്ല. ഹി ബ്ലെയിംസ്, ഹി ഡസ് ബ്ലെയിം. ഇനി ചോദ്യമാണെങ്കിലോ? ഡസ് ഹി ബ്ലെയിം. അവൻ കുറ്റപ്പെടുത്താറുണ്ടോ? ഓക്കെ, വേറൊരു എക്സാമ്പിൾ. എന്ത് തോന്നുന്നു കണ്ടിട്ട്? ആശ്വസിപ്പിക്കുന്നതാണോ? കൺസോളാണോ? അല്ലെങ്കിൽ ബിഹേവ് ആണ്, പെരുമാറുന്നതാണ്. ഓക്കെ, ഹി ബിഹേവ്സ്, അവൻ പെരുമാറാറുണ്ട്. അല്ലെങ്കിൽ ഹി ഡസ് ബിഹേവ്, അവൻ പെരുമാറാറുണ്ട്. അവൻ പെരുമാറാറുണ്ടോ? ഡസ് ഹി ബിഹേവ്. ഹി സീസ്, അവൻ കാണാറുണ്ട്. അല്ലെങ്കിൽ ഹി ഡസ് സീ, അവൻ കാണാറുണ്ടോ? ഡസ് ഹി സീ. അവൾ നോക്കാറുണ്ട്. ഷി ലുക്സ്. അല്ലെങ്കിൽ ഷി ഡസ് ലുക്ക്. അവൾ നോക്കാറുണ്ടോ? ചോദ്യമാണെങ്കിലോ? ഡസ് ഷീ ലുക്ക്. ഹി ഹിയേഴ്സ്, അവൻ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ ഹി ഡസ് ഹിയർ. ചോദ്യമാണെങ്കിലോ? അവൻ കേൾക്കാറുണ്ടോ? ഡസ് ഹി ഹിയർ. അവൾ തൊടാറുണ്ട്. ഷീ ടച്ചസ്. ഞാനാണെങ്കിൽ എന്താ പറയുക? ഐ ടച്ച്. നീയാണെങ്കിൽ യു ടച്ച്. അവരാണെങ്കിൽ ദേ ടച്ച്. നമ്മളാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ വി ടച്ച്. ഹി ആണെങ്കിൽ ഹി ടച്ചസ്. ഷീ ആണെങ്കിൽ ഷീ ടച്ചസ്. അത് തൊടാറുണ്ട്. ഇറ്റ് ടച്ചസ്.
എല്ലാവരും തൊടാറുണ്ട്. എവറിബഡി ടച്ചസ്. ഓക്കെ, ഹി ടച്ചസ് അല്ലെങ്കിൽ ഹി ഡസ് ടച്ച്. അവൻ തൊടാറുണ്ടോ? ഡസ് ഹി ടച്ച്. ഹി സ്മെൽസ് അല്ലെങ്കിൽ ഹി ഡസ് സ്മെൽ. ചോദ്യമാണെങ്കിലോ ഡസ് ഹി സ്മെൽ. അവൻ സ്മെൽ ചെയ്യാറുണ്ടോ? ഓക്കെ, ഹി സ്ലീപ്സ്. അവൻ ഉറങ്ങാറുണ്ട് അല്ലെങ്കിൽ ഹി ഡസ് സ്ലീപ്പ്. ഇനി അവൻ ഉറങ്ങാറുണ്ടോ ചോദ്യമാണെങ്കിൽ ഡസ് ഹി സ്ലീപ്പ്. വേറെ എക്സാമ്പിൾ, ഇവൻ കണ്ണുരുട്ടി നോക്കാറുണ്ട്. ഹി സ്റ്റെയർസ് അല്ലെങ്കിൽ ഹി ഡസ് സ്റ്റെയർ. ഇനി അവൻ കണ്ണുരുട്ടി നോക്കാറുണ്ടോ ചോദ്യമാണെങ്കിൽ ഡസ് ഹി സ്റ്റെയർ. അടുത്തത്, ഹി ത്രെറ്റൻസ്. അവൻ ഭീഷണിപ്പെടുത്താറുണ്ട്. അവൻ ഭീഷണിപ്പെടുത്താറുണ്ടോ ചോദ്യമാണെങ്കിലോ ഡസ് ഹി ത്രെറ്റൻ. അവൻ ഭീഷണിപ്പെടുത്താറുണ്ടോ. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഷി നോട്ടീസസ്. അവൾ ശ്രദ്ധിക്കാറുണ്ട്. ഡസ് ഷി നോട്ടീസ്. അവൾ ശ്രദ്ധിക്കാറുണ്ടോ. ഹി പ്രാക്ടീസസ്. അവൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അവൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ. ഡസ് ഹി പ്രാക്ടീസ്. ഷി കൺസോൾസ്. അവൾ ആശ്വസിപ്പിക്കാറുണ്ട്. ഡസ് ഷി കൺസോൾ. അവൾ ആശ്വസിപ്പിക്കാറുണ്ടോ. ഹി ഹ്യൂമിലിയേറ്റ്സ്. അവൻ ഹ്യൂമിലിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അവനെ തരം താഴ്ത്താറുണ്ട്. അവൻ തരം താഴ്ത്താറുണ്ടോ. ഡസ് ഹി ഹ്യൂമിലിയേറ്റ്. ഹി അവോയ്ഡ്സ്. അവൻ അവോയ്ഡ് ചെയ്യാറുണ്ടോ. ഡസ് ഹി അവോയ്ഡ്. ഹി അറ്റാക്സ്. ഡസ് ഹി അറ്റാക്ക്. ഹി ഫോർഗെറ്റ്സ്. അവൻ മറക്കാറുണ്ട്. അവൻ മറക്കാറുണ്ടോ. ഡസ് ഹി ഫോർഗെറ്റ്. ഹി റിമെമ്പേഴ്സ്. അവൻ ഓർക്കാറുണ്ട്. ഡസ് ഹി റിമെമ്പർ. അവൻ ഓർക്കാറുണ്ടോ. ഹി ബറീസ്. അവൻ കുഴിച്ചിടാറുണ്ട്. ഇപ്പോൾ ഹി ആണ് പറയുന്നത് കേട്ടോ. അവൻ കുഴിച്ചിടാറുണ്ട്. ഹി ബറീസ്. അവൻ കുഴിച്ചിടാറുണ്ടോ. ഡസ് ഹി ബറി. ഹി ഓപ്പൺസ്. അവൻ തുറക്കാറുണ്ടോ. എങ്ങനെ ചോദിക്കും. ഡസ് ഹി ഓപ്പൺ. ഹി ക്ലോസസ്. ചോദ്യം ഡസ് ഹി ക്ലോസ്. ഹി ബീറ്റ്സ്. ചോദ്യം ഡസ് ഹി ബീറ്റ്. ഇപ്പം ഞാനിനി സെൻറ്റൻസും ചോദ്യവും മാത്രമാണ് പറയുന്നത് കേട്ടോ. ഷീ സ്ലാപ്സ്. ചോദ്യമാണെങ്കിൽ ഡസ് ഷീ സ്ലാപ്പ്. ഹി പീപ്സ്. ഡസ് ഹി പീപ്പ്. ഹി സ്വീപ്സ്. ഡസ് ഹി സ്വീപ്പ്. ഹി സ്റ്റംബിൾസ്. ഡസ് ഹി സ്റ്റംബിൾ. She cooks. Does she cook? He plays. Does he play? He prays or she prays. Does she pray? He drives. Does he drive? She wears. Does she wear? He expects. Does he expect? He accepts. Does he accept? He walks or he improves. Does he improve? Does he walk? She forgives. Does she forgive? He understands. Does he understand? അവന് മനസ്സിലാവുന്നുണ്ടോ. ഹി വാച്ചസ്. അവൻ ടി വി കാണുന്നുണ്ട്. ഹി വാച്ചസ്. അവൻ ടി വി കാണുന്നുണ്ടോ അല്ലെങ്കിൽ കാണാറുണ്ടോ. അങ്ങനെ ഹാബിറ്റ് ഉണ്ടോ. ഡസ് ഹി വാച്ച് ടി വി. ഹി കിൽസ്. അവൻ കൊല്ലാറുണ്ട്. അവൻ കൊല്ലാറുണ്ടോ. ഡസ് ഹി കിൽ. ഷി ഹെൽപ്സ്. ഡസ് ഷി ഹെൽപ്പ്. അവൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ. ഹി റെസ്പെക്ട്സ്. ഡസ് ഹി റെസ്പെക്ട്. ഹി ഗോസ്. ഡസ് ഹി ഗോ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി കുറച്ചും കൂടി എക്സാമ്പിളുകൾ നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കമ്പാരിസൺ ആണ്. നോക്കിയേ, ഐ തിങ്ക്. മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ. ഐ തിങ്ക് ഇല്ല. ഐ തിങ്ക് കുഴപ്പമില്ല. ഐ തിങ്കും പറയാം, യു തിങ്ക് പറയാം, വി തിങ്ക് പറയാം, അതുപോലെ തന്നെ ദേ തിങ്കും പറയാം. ഇതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹീ തിങ്ക് പറയാൻ പറ്റുമോ. ഇല്ല. അതിന് പകരം എന്ത് പറയണം. ഹീ തിങ്സ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഇതിന് നമ്മൾ പറഞ്ഞു ഐ തിങ്കിന് എന്ത് പറയാം. ഐ ഡു തിങ്ക് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഹീ തിങ്സിന് എന്താ പറയാൻ പറ്റുന്നത്. ഹീ തിങ്സിന് പറയാം ഹീ ഡസ് തിങ്ക്. ഹീ ഡസ് തിങ്ക്. ഹീ ഡസ് തിങ്ക് എന്നും പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഐ നോ എന്ന് പറഞ്ഞു. ഹീ നോ എന്ന് പറയാൻ പറ്റുമോ. ഇല്ല. എന്ത് പറയണം. ഹീ നോസ്. ഹീ നോസ്. ഓക്കെ, ഐ ഡു എന്ന് പറഞ്ഞു. ഐ ഡു നോ എന്ന് പറഞ്ഞു. ഹീ ഡസ് നോ. ക്ലിയർ ആണ്. ഓക്കെ, ഐ കെയർ. ഹീ ആണെങ്കിൽ കെയർ എന്ന് പറയാൻ പാടുമോ. ഇല്ലല്ലോ. CARE കഴിഞ്ഞിട്ടൊരു എസ് കൂടി വേണം. ഐ ഡു കെയർ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് പറയണം.
ഡൂവിന് പകരം ഡസ് കെയർ. ക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ, ഐ അറ്റൻഡ് മീറ്റിംഗ്സ് ഓർ ഐ അറ്റൻഡ് മീറ്റിംഗ്സ്. ഹി ആണെങ്കിൽ എന്ത് പറയണം? അറ്റൻഡ് പറയാൻ പറ്റുമോ? ഇല്ല. എന്ത് പറയണം? അറ്റൻഡ്സ് എന്ന് വേണം പറയാനായിട്ട്. ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കിക്കേ, വളണ്ടിയേഴ്സ് വർക്ക് ഹാർഡ്. ഇനി ഒരു വളണ്ടിയർ ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയും? വർക്കിന് പകരം എന്ത് പറയണം? വർക്ക്സ് എന്ന് പറയണം. സിംഗുലർ ആണെങ്കിൽ ഒരു എസ് ഉണ്ടായിരിക്കണം. സിംഗുലർ ആണെങ്കിൽ ഒന്നുകിൽ ഒരു എസ്, അല്ലെങ്കിൽ ഒരു ഇ എസ്, അല്ലെങ്കിൽ ഒരു ഐ ഇ എസ് വെർബിൻ്റെ കൂടെ ആഡ് ചെയ്യണം. വെർബിൻ്റെ കൂടെ നമ്മൾ ഇത് ആഡ് ചെയ്യണം എന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ, ഐ നീഡ് ഹെൽപ്പ്. ഷീ ആണെങ്കിൽ അല്ലെങ്കിൽ ഹി ആണെങ്കിൽ എന്താ പറയുക? നീഡ് എന്ന് പറയാൻ പാടില്ല. എന്ത് പറയണം? ഹി നീഡ്സ് ഹെൽപ്പ്. ഓക്കെ, ഹി നീഡ്സ് ഹെൽപ്പ്. ഇവിടെ നമ്മൾ ഐ ഡു നീഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് പറയാം? ഹി ഡസ് നീഡ് ഹെൽപ്പ്. ഹി ഡസ് നീഡ് ഹെൽപ്പ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഐ സ്റ്റഡി എ ലോട്ട്. ഹി ആണെങ്കിൽ എന്ത് പറയണം? ഹി സ്റ്റഡീസ് എ ലോട്ട്. STUDIES. ഹി സ്റ്റഡീസ് എ ലോട്ട്. എ ലോട്ട്. ഹി സ്റ്റഡീസ് എ ലോട്ട്. ഐ ഡു സ്റ്റഡി എ ലോട്ട് എന്ന് പറയാം. അതിന് പകരം ഹി ആണെങ്കിൽ എന്ത് പറയണം? ഹി ഡസ് സ്റ്റഡി എ ലോട്ട് എന്ന് പറയാം. ഓക്കെ, സോ സം മോർ എക്സാമ്പിൾ. ദേ ബൈ തിങ്സ്. അവർ സാധനങ്ങൾ വാങ്ങാറുണ്ട്. എന്ത് പറയാം? ഹി ആണെങ്കിൽ എന്ത് പറയണം? ഹി ബൈസ് തിങ്സ്. ദേ ക്ലീൻ ദ ഡിഷസ്. ഹി ആണെങ്കിൽ ഹി ക്ലീൻസ് ദ ഡിഷസ്. ഐ റൈറ്റ് നോട്ട്സ്. ഹി ആണെങ്കിൽ ഹി റൈറ്റ്സ് നോട്ട്സ്. ഹി ഡസ് ലൈക്ക്, യെസ്, ഹി ഡസ് ലൈക്ക് കോൺസ്. അവനെന്ത് ഇഷ്ടമാണ്? കോൺസ് ഇഷ്ടമാണ്. ഇനി ഇതിൻ്റെ ചോദ്യം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡസ് എടുത്തിട്ട് ആദ്യം എഴുതിയാൽ പോരെ. അപ്പോൾ എന്ത് പറയും? ഡസ് ഹി ലൈക്ക് കോൺസ്. അവന് കോൺസ് ഇഷ്ടമാണോ? ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കി. ഷി ഡസ് ലൈക്ക് ടു റീഡ് ബുക്സ്. ഓക്കെ, അവൾക്ക് ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ, എന്ത് ചെയ്താൽ മതി? ഇതെടുത്ത് ആദ്യം എഴുതുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഡസ് ഷീ ലൈക്ക് ടു റീഡ് ബുക്സ്. അവൾക്ക് ബുക്സ് വായിക്കാൻ നോക്കാം. ഇറ്റ് ഡസൻറ്റ് വർക്ക്. ഓക്കെ, അത് നടക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഇതെടുത്തിട്ട് ആദ്യം എഴുതാം. ഡസൻ ഇറ്റ് വർക്ക്. അത് നടക്കില്ലേ, അത് വർക്ക് ചെയ്യില്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം. ഷി ഡസ് വർക്ക് വെരി ഫാസ്റ്റ്. ഓക്കെ, ഹി ഡസ് വർക്ക് വെരി ഫാസ്റ്റ്. അവൻ വളരെ വേഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചോദ്യം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഇതെടുത്തിട്ട് ആദ്യം എഴുതാം. ഡസ് ഹി വർക്ക് വെരി ഫാസ്റ്റ്. സിമ്പിളാണ്. എപ്പോഴും ഓക്സിലറി എടുത്തിട്ട് ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ക്വസ്റ്റ്യൻ. ഷി ഡസ് വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഓക്കെ, ഷി ഡസ് വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. എന്ത് ചെയ്യാം? ഈ ഡസ് എടുത്തിട്ട് ആദ്യം എഴുതി. അങ്ങനെയാണെങ്കിൽ ഡസ് ഷീ വേക്ക് അപ്പ് ഏർലി മോർണിംഗ്. ക്ലിയർ? എവ്രിബഡി ഡസൻ അഗ്രി വിത്ത് ഇറ്റ്. ഇവിടെ വിത്ത് ഇറ്റ് ആണ് കേട്ടോ. വിത്ത് ഇറ്റ് വേണ്ട, ഇത്ര മതി. ഓക്കെ, എവ്രിബഡി ഡസൻ അഗ്രി. ഓക്കെ, നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഡസൻറ്റ് എവ്രിബഡി അഗ്രി. എല്ലാവരും സമ്മതിക്കാറില്ലേ എന്ന് ചോദിക്കാം. ഓക്കെ, ഷി ഡസ് സം ക്രിയേറ്റീവ് വർക്ക്സ്. അവൾ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യാറുണ്ട്. ചോദ്യമാണെങ്കിലോ ഡസ് ഷീ ഡു സം ക്രിയേറ്റീവ് വർക്ക്സ് എന്നാണ് ചോദ്യം വരുന്നത്. ഷി ഡസ് നോട്ട് റൈറ്റ് എൻ എസ്സേ. ഇതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഡസൻ ഷീ റൈറ്റ് എൻ എസ്സേ. അവളൊരു എസ്സേ എഴുതാറില്ലേ? ഓക്കെ, ഹി ഡസ് ഡ്രൈവ് കെയർഫുള്ളി. ചോദ്യമാണെങ്കിൽ ഡസ് ഹി ഡ്രൈവ് കെയർഫുള്ളി. ഒന്നുമില്ല, ഓക്സിലറി എടുത്തു, ആദ്യം എഴുതി, ബാക്കിയുള്ളതെല്ലാം തന്നെ അതേപോലെ തന്നെ എഴുതി വയ്ക്കാം. ഹി ഡസ് വാണ്ട് ടു ജോയിൻ സയൻസ് ക്ലബ്. ഓക്സിലറി ആദ്യം എഴുതുന്നു. ഡസ് ഹി വാണ്ട് ടു ജോയിൻ സയൻസ് ക്ലബ്. സോ ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി ഞാൻ സമ്മപ്പ് ചെയ്ത് പറയാം. ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഐ വോക്ക്, ഐ തിങ്ക്, ഐ നോ, ഐ റീഡ്, ഐ വർക്ക്, ഐ വാക്ക്, ഐ സ്റ്റഡി, ഐ ജംപ് എന്നൊക്കെ പറയാം. പക്ഷേ ഹീ ഒക്കെ വെച്ച് പറയുമ്പോൾ, ഹീയും ഷീ ഒക്കെ വെച്ചിട്ടുള്ള സിംഗുലർ വെച്ച് പറയുന്ന സമയത്ത് അവിടെ എസ്, ഇ എസ് അല്ലെങ്കിൽ ഐ എസ് എക്സ്ട്രാ ആഡ് ചെയ്യണം വെർബിൻ്റെ കൂടെ. ഹി തിങ്സ്, ഹി നോസ്, ഹി വർക്ക്സ്, ഐ വർക്ക്, ഹി വർക്ക്സ്, ഐ സ്പീക്ക്, ഹി സ്പീക്സ്. ഓക്കെ, ഐ ഡോണ്ട് സ്പീക്ക്, ഹി ഡസൻറ്റ് സ്പീക്ക്. ഡു യു സ്പീക്ക്, ഡസ് ഷീ സ്പീക്ക്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ വാരിയേഷൻ വരുന്നത്. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആൻഡ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാനായിട്ട് പോകുന്നത് ഡിഡ് എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ്. അതിൻ്റെ ക്വസ്റ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഡിഡിൻ്റെ യൂസേജ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.